ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. സർപ്പസത്രത്തെക്കുറിച്ചുള്ള കഥയാണ് ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. നാഗങ്ങൾക്ക് അവരുടെ അമ്മയായ കദ്രുവിൽ നിന്ന് ശാപമേറ്റിട്ടുണ്ട്. ആ ശാപം ഫലിക്കുവാനുള്ള സമയമായിരിക്കുന്നു. അർജുനന്റെ മകനായ അഭിമന്യുവിന്റെ പുത്രനാണ് പരീക്ഷിത്ത് രാജാവ്. അദ്ദേഹത്തിന്റെ പുത്രൻ ജനമേജയൻ. തക്ഷകൻ എന്ന സർപ്പത്തിന്റെ കടിയേറ്റാണ് പരീക്ഷിത്ത് രാജാവ് മരിച്ചത്. ആ കഥയെല്ലാം നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. തൻ്റെ അച്ഛനെ തക്ഷകൻ കടിച്ചു കൊന്ന കഥ മുനിമാരിൽ നിന്ന് വിസ്തരിച്ചു കേട്ട ജനമേജയൻ അങ്ങേറ്റം ദുഃഖിതനായി. അതോടൊപ്പം അദ്ദേഹം കോപാകുലനുമായിരുന്നു. മുനിയുടെ ശാപമേറ്റത് കൊണ്ടാണ് തൻ്റെ അച്ഛന് പാമ്പുകടിയേറ്റതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കോപാകുലനാക്കിയ കാര്യം ഇതായിരുന്നു: രാജാവിനെ രക്ഷിക്കുവാൻ വന്ന കശ്യപ മഹർഷിയെ പണം കൊടുത്ത് തക്ഷകൻ മടക്കി അയച്ചു. ജനമേജയൻ സർപ്പസത്രം ആരംഭിക്കുവാൻ ഒരുങ്ങുകയായി. അദ്ദേഹം പറഞ്ഞു: മഹർഷിമാരെ, എൻ്റെ അച്ഛനെ വിഷാഗ്നിയിൽ അവൻ പൊള്ളിച്ചതുപോലെ അവൻ്റെ കുലത്തെയാകെ ഞാൻ അഗ്നിയിൽ ദഹിപ്പിക്കാൻ ഒരുങ്ങുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുവിൻ. മന്ത്രതന്ത്ര വിധികൾ അറിയാവുന്ന മഹാസന്യാസിമാർ സർപ്പസത്രത്തിന് വലിയ ശാലയൊരുക്കി. ആ ശാല നിർമ്മിക്കുന്നവരിൽ പ്രധാനിയായ ശില്പി അപ്പോൾ ലക്ഷണം നോക്കി ഇങ്ങനെ പറഞ്ഞു: ഞാനൊരു തടസ്സം കാണുന്നു. മഹാരാജാവേ, അങ്ങയുടെ ഈ യത്നത്തിന് ഒരു ബ്രാഹ്മണൻ നിമിത്തം മുടക്കമുണ്ടാകും. അതറിഞ്ഞ രാജാവ് താനറിയാതെ ആരും ഈ യജ്ഞശാലയിൽ കയറാൻ അനുവദിക്കരുതെന്ന് കാവൽക്കാരോട് പറഞ്ഞു. അങ്ങനെ യജ്ഞകർമ്മങ്ങൾ തുടങ്ങി. കറുത്ത വസ്ത്രം ധരിച്ചവരും പുക കൊണ്ട് കലങ്ങി ചുവന്ന കണ്ണുകളുള്ളവരുമായ മഹാബ്രാഹ്മണർ ഹോമകുണ്ഡത്തിന് ചുറ്റുമിരുന്ന് മന്ത്രങ്ങൾ ചൊല്ലി കർമ്മം ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഇരുമ്പൽ കേൾക്കുവാൻ തുടങ്ങി. ഒരു ഭയങ്കരമായ കാഴ്ച കാണായി. മന്ത്രശക്തിയാൽ ആവാഹിക്കപ്പെട്ട് ക്രുദ്ധരും ഭീതരുമായി ചീറിക്കൊണ്ടുവരുന്നു നൂറുനൂറു പാമ്പുകൾ. നീലിച്ചവർ, വരകളും പുള്ളികളും ഉള്ളവർ, വെളുത്തവർ, കറുത്തിരുണ്ടവർ, തടിച്ചുരുണ്ടവർ, പത്തി വിടർന്നവർ, വിഷം ചീറ്റുന്നവർ, പൊൻനിറവും വെള്ളിനിറവും പൂണ്ടവർ, അങ്ങനെ പല വർണ്ണപ്പൊലിമയുള്ളവർ പുളഞ്ഞും പാഞ്ഞും പറന്നുമെല്ലാം തീയിൽ വീണു ദഹിച്ചു തുടങ്ങി. അഗ്നി വാനോളം ഉയർന്നു. അവയുടെ ഉടൽ കരിഞ്ഞ ഗന്ധം ലോകമെങ്ങും പരന്നു. ഇതറിഞ്ഞ തക്ഷകൻ പേടിച്ചരണ്ട് ഉടനെ ദേവലോകത്തേക്ക് പാഞ്ഞു. തൻ്റെ സുഹൃത്തായ ഇന്ദ്രനോട് അഭയം നൽകണമെന്ന് അപേക്ഷിച്ചു. ഇന്ദ്രൻ തക്ഷകന് അഭയം നൽകി. വാസുകി എന്ന നാഗരാജാവ് തൻ്റെ അനുയായികളെല്ലാം ഭ്രാന്തരെ പോലെ പായുന്നത് കണ്ടു. അവരുടെ നാശമടുത്തെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തൻ്റെ അനുജത്തിയായ ജരൽക്കാരുവിനെ വിളിച്ചു. വാസുകി ജരൽക്കാരുവിനോട് പറഞ്ഞു: എൻ്റെ ദേഹവും ഇതാ പൊള്ളിത്തുടങ്ങുന്നു. എനിക്ക് കണ്ണ് കാണാതാവുന്നു. എന്നെ മന്ത്രശക്തി ഇതാ അങ്ങോട്ട് വലിച്ചു തുടങ്ങുന്നു. നിന്നെ ഞാൻ ജരൽക്കാരു മഹർഷിക്ക് പത്നിയായി നൽകിയത് ഈ കുലനാശകമായ ആപത്ത് മുൻകൂട്ടി കണ്ടിട്ടാണല്ലോ. നീ ഞങ്ങളെ രക്ഷിക്കണം. നിന്റെ മകനായ ആസ്തികന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് ബ്രഹ്മാവ് പണ്ട് അരുളി ചെയ്തത് ഇന്ന് സാധിക്കുമാറാകട്ടെ. സഹോദരി, നീ നമ്മുടെ കുലം കാക്കുക. ജരൽക്കാരു തേജസ്വിയായ തൻ്റെ മകനെ വിളിച്ച് ശാപകഥ പറഞ്ഞു കേൾപ്പിച്ചു. അവൾ പറഞ്ഞു: നീ ഈ വംശം രക്ഷിക്കുവാൻ പിറന്നവനാണ്. ഉടനെ തന്നെ നീ അതിന് ശ്രമിക്കുക. ആസ്തികൻ ഉടൻ തന്നെ ജനമേജയന്റെ യജ്ഞശാലയിൽ എത്തിച്ചേർന്നു. ദ്വാരപാലകർ അവനെ തടഞ്ഞു നിർത്തി. രാജാവിന്റെ പ്രത്യേക അനുവാദം കൂടാതെ ആരെയും യജ്ഞശാലയ്ക്കുള്ളിൽ കടത്തിവിടുകയില്ല എന്നവർ നിർദ്ദേശിച്ചു. ആസ്തികൻ ദൂരത്തു നിന്നുകൊണ്ട് രാജാവിനെയും യജ്ഞത്തെയും പുകഴ്ത്തി മുഴങ്ങുന്ന ശബ്ദത്തിൽ പാടിത്തുടങ്ങി. ഈ സ്തുതിഗീതം കേട്ട് പ്രീതനായ രാജാവ് ആസ്തികനെ വരുത്തി വരദാനത്താൽ സൽക്കരിക്കുവാൻ ഒരുങ്ങി. പുരോഹിതന്മാർ പറഞ്ഞു: രാജാവേ, മഹാനായ ആ ബ്രാഹ്മണകുമാരന് ഇഷ്ടമുള്ളത് നൽകുക. ഇതാ അഗ്നി വിണ്ണോളം ഉയർന്നു കത്തുന്നു. 10,000-കണക്കിന് സർപ്പങ്ങൾ തീയിൽ വീണു വെന്തു മരിച്ചു കഴിഞ്ഞു. എങ്കിലും ആ തക്ഷകൻ ഇതുവരെ വന്നെത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് തക്ഷകൻ വന്നു തീയിൽ വീഴാത്തതെന്ന് രാജാവ് ചോദിച്ചു. മന്ത്രശക്തി വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹം പുരോഹിതന്മാരോട് ആവശ്യപ്പെട്ടു. അസന്തുഷ്ടിയോടെ അവർ പറഞ്ഞു: ഞങ്ങൾ പഠിച്ച ശാസ്ത്രവും
ഈ അഗ്നിയും ഞങ്ങളോട് പറയുന്നു, തക്ഷകൻ ദേവേന്ദ്രന്റെ രക്ഷയിൽ വാഴുകയാണെന്ന്. ഇന്ദ്രനെ വരുത്തുവാൻ രാജാവ് നിർദ്ദേശിച്ചു. ദിവ്യ മന്ത്രശക്തിയാൽ ഇന്ദ്രനുടൻ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ഇന്ദ്രന്റെ ഉത്തരീയത്തിൽ ഒളിച്ചിരിക്കുന്ന തക്ഷകനെ പുരോഹിതന്മാർ ചൂണ്ടിക്കാട്ടിക്കൊടുത്തു. ക്രോധം കൊണ്ട് ജ്വലിച്ച ജനമേജയൻ ഗർജിച്ചു, തക്ഷകനെ വിട്ടുതരില്ലെങ്കിൽ ഇന്ദ്രനെയും അവനെയും ഒന്നിച്ചു തന്നെ അഗ്നിയിൽ വീഴ്ത്തുവിൻ. മന്ത്രച്ചൂടേറ്റ് കുഴഞ്ഞ ദേവേന്ദ്രൻ താനും തീയിൽ വീഴുമെന്നുറപ്പായപ്പോൾ തക്ഷകനെ ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് അതിവേഗം മടങ്ങി. ആ സമയം ഒരു മുഴക്കം കേൾക്കുവാൻ തുടങ്ങി. തളർന്നും ബുദ്ധികെട്ടും ഭയങ്കരമായ ചീറ്റിയും ചുറ്റിക്കറങ്ങിക്കൊണ്ട് തക്ഷകൻ വിണ്ണിൽ നിന്ന് മന്ത്രശക്തിയാൽ വലിക്കപ്പെട്ട് തല കീഴായി വീണു തുടങ്ങി. അപ്പോൾ സമയമായെന്ന് കണ്ട ബാലനായ ആസ്തികൻ കോപത്തോടെ മാനത്ത് നോക്കി നിൽക്കുന്ന രാജാവിന്റെ മുന്നിൽ ചെന്നു. കൈകൂപ്പി അദ്ദേഹം ചോദിച്ചു, മഹാപ്രഭോ, എനിക്കൊരു വരം നൽകിയാലും? ചോദിച്ചു കൊള്ളൂ എന്നായി രാജാവ്. ആസ്തികൻ ആവശ്യപ്പെട്ടു, ഈ യജ്ഞം ഇവിടെ നിൽക്കട്ടെ. ഇനിമേൽ ഒരൊറ്റ പാമ്പും ഈ തീയിൽ വീഴരുത്. സദസ്സ് സ്തബ്ധമായി. വിവർണമായ മുഖത്തോടെ ജനമേജയൻ ആസ്തികനോട് അപേക്ഷിച്ചു, മറ്റെന്തു വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക, അങ്ങേക്ക് ഞാൻ നൽകാം. സത്രം നിൽക്കട്ടെ എന്നു വീണ്ടും ആസ്തികൻ ഗംഭീര ശബ്ദത്തിൽ ആവശ്യപ്പെട്ടു. തലകീഴായി വന്നു വീഴുന്ന തക്ഷകനെ നോക്കി നിൽക്ക്, നിൽക്ക്, നിൽക്ക് എന്ന് മൂന്നൊരു ആസ്തികൻ വിളിച്ചു പറഞ്ഞു. തക്ഷകൻ വായുമണ്ഡലത്തിൽ നിശ്ചലനായി നിന്നു. മന്ത്രഘോഷങ്ങൾ നിലച്ചു. രാജാവേ, ആസ്തികന് വരം നൽകിയാലും എന്ന് സദസ്യർ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. മഹാനായ ജനമേജയൻ തെളിഞ്ഞ മുഖത്തോടെ അതനുസരിച്ചു. അങ്ങനെ സർപ്പസത്രം അവസാനിച്ചു. പുരോഹിതന്മാർക്കെല്ലാം ദാനങ്ങൾ വാരിക്കോരി നൽകി അവരെ സന്തുഷ്ടരാക്കി. ജനമേജയൻ ആസ്തികനെ വേണ്ടുവണ്ണം സൽക്കരിച്ചയച്ചു. കൃതാർത്ഥനായ ആസ്തികൻ തന്റെ ഗൃഹത്തിലേക്ക് മടങ്ങിച്ചെന്ന് അമ്മയെയും അമ്മാവനായ വാസുകിയെയും വന്ദിച്ചു. കുലനാശം വരുത്താതെ രക്ഷിച്ച പുത്രനെ അവർ അനുഗ്രഹിച്ചു. ഈ കഥ കേൾക്കുന്നവർക്ക് ഒരിക്കലും സർപ്പഭയം ഉണ്ടാവുകയില്ല എന്ന് വരം നൽകുകയും ചെയ്തു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. അടുത്ത കഥയുമായി വരുന്നത് വരെ ബൈ.